നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹലോ ഫ്രണ്ട്സ്, വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. ഏവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. തേനിന്റെ പ്രത്യേകത അത് ഒരേ സമയം മധുരമുള്ളതും ഔഷധപ്രദവുമാണ്. കഥകളും അങ്ങനെയാ, ഒരേ സമയം രസിപ്പിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ കഥകൾ തേൻ പോലെയാണ്. എങ്കിൽ ആ തേൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കാട്ടിലെ കൂട്ടുകാർ. മക്കളെ, നമുക്ക് സൗജന്യമായി കിട്ടിയ ഭൂമിയിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത് എത്ര സീരിയസ് ആണെന്ന് അറിയാമല്ലോ. അറിയാം സാർ. സ്കൂൾ സക്സസ് ആകണമെങ്കിൽ ആദ്യം കണ്ടമാനം പണം ചെലവാക്കണം. അതെ, നമ്മളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കണം. തീർച്ചയായും. അടുത്ത തവണ ഒരു മീറ്റിംഗ് കൂടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടി വമ്പൻ സാറേ. വേണം മോട്ടു. അതിനുശേഷം പ്രോഗ്രാം പ്ലാൻ ചെയ്യണം, ബഡ്ജറ്റ് തയ്യാറാക്കണം, അതിനുള്ള തുക കണ്ടെത്തണം. സാറേ, നമ്മുടെ പ്രദേശത്ത് നിന്ന് മാത്രം സംഭാവന പിരിച്ചാൽ മതിയോ? മതി പപ്പീസേ, നമ്മുടെ ആളുകൾ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കും. അതെ അതെ, ഈ സ്കൂൾ നമ്മുടെ കാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരിക്കണം. ശരിയാ സാറേ. എങ്കിൽ മക്കളെ, നമുക്ക് അടുത്ത ദിവസം കമ്മിറ്റി കൂടി സാർ. പിന്നെ മിടുക്കന്മാരായവരെ കണ്ടാൽ അവരെ കൂടി കമ്മിറ്റി അറിയിക്കണം കേട്ടോ. ഷുവർ സാർ, തീർച്ചയായിട്ടും അറിയിക്കാം. എങ്കിൽ വരട്ടെ. ശരി. നമുക്കേ ആ വേന്ദ്രൻ കുറുക്കനെ കമ്മിറ്റിക്ക് കൊണ്ടുവന്നാലോ? എന്നിട്ട് വേണം നാട്ടുകാരുടെ തല്ലുകൂടി കൊള്ളാൻ. പിന്നെ നമ്മൾ ആരെയാ പുതിയതായിട്ട് കണ്ടെത്തുക? അതൊക്കെ വമ്പൻ സാർ നോക്കിക്കൊള്ളുമെന്ന്. എന്നാലും ഒരു സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. ഡെമോട്ടു, ആദ്യം യോഗം കൂടണം, കമ്മിറ്റി ഉണ്ടാക്കണം, പണം പിരിക്കണം, പിന്നെ അതിനുശേഷമല്ലേ സ്കൂൾ നിർമ്മാണം. അതൊക്കെ ശരി തന്നെ. എന്നാലും എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല. മോട്ട് മനസമാധാനമായിട്ടിരിക്കെ, നമുക്ക് മറ്റുള്ളവരെ കണ്ട് കമ്മിറ്റിയുടെ കാര്യം പറയാം. എന്നാ ശരി. അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സാറേ, നമുക്ക് സ്കൂള് മറ്റ് കാടുകൾ സ്കൂളിനെ വെല്ലുന്ന രീതിയിലാക്കണം. അതെ, ഗംഭീരമാക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും സർ. അത് മതി. അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിന് കപിലും ഗംഭീറും എന്തായാലും വരണം. തീർച്ചയായിട്ടും സാറേ, ഞങ്ങൾ വരും. എങ്കിൽ ഞാൻ പോകട്ടെ, 1-2 പേരെ കൂടി കാണാനുണ്ട്. ഓക്കെ സർ. നോക്കണേ മക്കളെ, കണ്ടമാനം പണം കണ്ടെത്തേണ്ട കാര്യം ഓർമ്മ വേണം. സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അത് ഞങ്ങൾ ഏറ്റുവമ്പ സാറേ. അതെ അതെ അതെ, സാർ ധൈര്യമായിട്ട് വെക്കൂ. ഓക്കേ. ഈ സാറ് അവസാനം എന്താ പറഞ്ഞത്? സാമ്പത്തിക ബാധ്യത. പരിപാടിക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ താനാരുവാ? എന്താണിപ്പത്? കപിൽ, തനിക്ക് വട്ടായ? പിരി ഇളകിയെന്നാ തോന്നുന്നത്. ഇനി ഭ്രാന്താശുപത്രി തന്നെ ശരണം. എന്റെ കപിലൊന്ന് നിർത്തുപ്പ. താൻ എന്താ പറഞ്ഞത്? വട്ടാണെന്നോ? അതേടോ, വട്ട്. പണം കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്.
ഈശ്വര, ഇവനെയും കൊണ്ട് ഞാൻ കുടുങ്ങിയില്ലേ. ക്ലബിന്റെ പരിപാടി, പിരിവ്, പണം, ഭക്ഷണം. എൻ്റെ അമ്മോ. ഓ, എന്റെ കപിലെത്താൻ കാര്യം പറയും. നമ്മൾ നാളത്തെ കമ്മിറ്റിയിൽ പോകുന്നു. ഓക്കെ, പോകുന്നു. നമ്മൾ കമ്മിറ്റിയിൽ കയറി പറ്റുന്നു. കമ്മിറ്റിയിൽ കയറി പറ്റി. എന്നിട്ട് കമ്മിറ്റിയിൽ കയറി പറ്റിയാൽ മാത്രം പോരാ. ഓ, പിന്നെ ഖജാൻജി. ഖജാൻജിയോ? എടോ മണ്ട, പണം കൈകാര്യം ചെയ്യേണ്ട ആള്. ഓ, ഖജാൻജി, മണി, ക്യാഷ്. അതെ, സാമ്പത്തിക ഇടപാട് നടത്തുന്നത് നമ്മളായിരിക്കണം. ഓക്കെ, പക്ഷെ അതെങ്ങനെ സാധിക്കും? അതൊക്കെ ഉണ്ട്. താൻ കമ്മിറ്റിയിൽ ഖജാൻജിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ പേര് പറയണം. ഓ, അതവർ സമ്മതിക്കൂ? നീ വേണം സമ്മതിപ്പിക്കാൻ. ഞാനാ? അതേടോ, താൻ പറയണം ഞാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ വിദഗ്ധനാണെന്ന്. ഈശ്വര, ഇതൊക്കെ വലുത് നടക്കും? നടക്കും, നടത്തണം. എങ്കിലേ പണമുണ്ടാക്കാൻ പറ്റൂ. ഓ, എന്നാലും ഇത് ഒരെന്നാലും ഇല്ല. നമ്മൾ കമ്മിറ്റിയിൽ പോകുന്നു, എങ്ങനെയെങ്കിലും കമ്മിറ്റിയിൽ കയറി പറ്റുന്നു. ഓക്കേ? ഓക്കെ ഓക്കെ. ഈശ്വര, ഈ പരിപാടിയെങ്കിലും പൊള്ളിയാണ്ടിരുന്നാ മതിയായിരുന്നു. താനൊന്നും മിണ്ടാതെ എന്റെ കൂടെ നിന്ന് തന്നാ മതി. മനസ്സിലായോ? മനസ്സിലായേ. ഇടയ്ക്കൊന്ന് ഇരിക്കണത് കൊണ്ട് വല്ല കുഴപ്പം? ആ, നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ, അതും സൗജന്യമായി പഠിക്കാൻ ഒരു സ്കൂൾ പണിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കെട്ടിടം പണിയുവാനുള്ള കമ്മിറ്റി രൂപീകരിക്കുകയാണ് നാം ഇന്ന് ആദ്യം ചെയ്യുന്നത്. ആദ്യമായി നമുക്കൊരു സെക്രട്ടറി വേണം. നിങ്ങൾ തന്നെ ഒരു പേര് പറയൂ. സെക്രട്ടറി ആയിട്ട് കപില് മതി. ശരിയാവില്ല സാർ, ശരിയാവില്ല. ഭാരവാഹിയാകാൻ എനിക്ക് താല്പര്യമേ ഇല്ല. ആരെയും ഒരു ഉത്തരവാദിത്വവും അടിച്ചേൽപ്പിക്കരുത്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ചുമതലയേൽക്കാവൂ. എങ്കിൽ സെക്രട്ടറി ആയിട്ട് പപ്പീസിനെ തിരഞ്ഞെടുക്കാം. അതിന് പപ്പീസ് വന്നിട്ടില്ലല്ലോ, പിന്നെങ്ങനെ? പപ്പീസ് വന്നില്ലെങ്കിലും സാരമില്ല. കഴിഞ്ഞ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പിന്റെ നേതൃത്വം അവനായിരുന്നു. അവൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതെ അതെ, എങ്കിൽ പപ്പീസ് തന്നെ മതി. ആ, ശരി. ഇനി ഒരു കാഷ്യർ വേണം, പണം കൈകാര്യം ചെയ്യാനായിട്ട്. അത് നമ്മുടെ കപിൽ തന്നെ ആയിക്കോട്ടെ. അതല്ലേ ശരി? വേണ്ട വേണ്ട, അത് ശരിയാവില്ല. കപിലിന് ഭാരവാഹിയാകാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ യാതൊരു താല്പര്യക്കുറവില്ല. അതിന് കപിൽ ഇതിനു മുമ്പ് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഉണ്ടോന്നാ? എത്ര ഇടപാടുകൾ, സോ മെനി ഇടപാടുകളല്ലേ. അത് ശരിയാവില്ല സാറേ, നമുക്ക് മറ്റാരെങ്കിലും ഏൽപ്പിക്കാം. എന്താ നിങ്ങൾക്കൊരു വിശ്വാസമല്ലേ? അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ക്ലബിന്റെ സാമ്പത്തിക ഇടപാട് ഭംഗിയായിട്ട് മുക്കിയ ആളാ കപില്. സോറി, ഭംഗിയായിട്ട് നോക്കിയ ആളാണ് കപിൽ. എന്താ കപിൽ, കാര്യങ്ങൾ വല്ലതും നടക്കുമോ? എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ കൃത്യമായിരിക്കണം. കൃത്യമായിട്ട് ചെയ്യാൻ ഈ കപില് വെരി ഗുഡാണ് ട്ടാ. ഓക്കെ, ശരി. എങ്കിൽ നാളെ തന്നെ റിസീറ്റ് അടിക്കണം, പിരിവ് തുടങ്ങണം. അവധി കഴിയുമ്പോഴേക്കും സ്കൂൾ തുറക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. എല്ലാം ദ്രുതഗതിയിലായിരിക്കണം. അത് പിന്നെ ചോദിക്കാനുണ്ട്. എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടി കൂടിയിരുന്ന് കാര്യങ്ങൾ വിലയിരുത്താം. ശരി സാറേ, അപ്പോ പിന്നെ പിരിവ് അടുത്ത ദിവസം തുടങ്ങാല്ലേ? അതെ, റെസീറ്റ് ഞാൻ നാളെ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ സാർ, എന്നാ പിന്നെ നമുക്ക് ശരി, നമുക്ക് പിരിയാം. താങ്ക് യു സാറ്. ശരി സാറേ. എന്നാലും കപിലും ഗംഭീറും ഈ ചതി ചെയ്യരുതായിരുന്നു. സ്കൂളിനി എങ്ങനെ പണിയും? നിർമ്മാണത്തിനായി പിരിച്ച മുഴുവൻ പണവുമായല്ലേ അവന്മാര് കടന്നു കളഞ്ഞത്. എത്രയാ എങ്ങനെയൊക്കെയാ പിരിച്ചതെന്ന് ഓർക്കുമ്പോ അവന്മാരെ വിശ്വസിച്ച നമ്മളാ വിഡ്ഢികള്. അവർ എവിടെയായാലും രക്ഷപ്പെടില്ല. കാരണം അവർക്ക് അർഹതപ്പെട്ട പണമല്ലാതെ. എന്നാലും സാർ, ഇനി രണ്ടാമത് എങ്ങനെ പിരിക്കും? നമുക്കൊരു നല്ല സ്കൂള്. ദൈവം നമ്മുടെ ഒപ്പമാ. ദൈവം നമ്മളെ കൈവിടിയില്ല. എന്തെങ്കിലും വഴി ദൈവം കാട്ടിത്തരും, തീർച്ച. പാവം പപ്പീസ്,
2 ദിവസമായി അവരെയും തെരഞ്ഞു നടപ്പാം. ആ അതെ അതെ, ഞാൻ കണ്ടതാ. പപ്പീസ് ആത്മാർത്ഥതയുള്ളവനാ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായി ചെയ്യുന്നവൻ, അല്ലാതെ അവന്മാരെ പോലെ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്നവനല്ല. ആ സാറേ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഓ. വീട് വരെ ഒന്ന് പോയിട്ട് വേഗം വരാം. ശരി പീലി, എന്തായാലും നിന്നെ കാണാണ്ട് വീട്ടുകാർ വിഷമിക്കണ്ട. ചെല്ലേ. ശരി സാറേ. ആ, എത്ര ആത്മാർത്ഥമായ ഓരോരുത്തരും പ്രവർത്തിച്ചത്. എന്നിട്ടും അവന്മാര് സാറേ, സാർ, പപ്പീസല്ലേ ഇത്? എന്താ പറ്റിയ? സാർ, സാർ, എന്താ പപ്പീസെ കാര്യം പറ. സാറേ, സാർ, സാർ വരുന്നുണ്ട്, അവർ വരുന്നുണ്ട്. നീ ഇത് ആര് വരുന്ന കാര്യം പറയുന്നേ? ആ കപിലും ഗംഭീറുവാണോ? അല്ല അല്ല, പോലീസ്, പോലീസ്. പപ്പീസ് കിതക്കാതെ കാര്യം പറ. ഗംഭീരനെയും കൊണ്ട് പോലീസ് വരുന്നുണ്ട്. പോലീസോ? നേരോ? അതെ, ഞാൻ അവരെ കണ്ടു. പിന്നെ ഊടുവഴി ചാടി ഇങ്ങോട്ട് വന്നതാ. ആ, ഞാൻ പോയിട്ട് പത്രക്കാരെ വിളിച്ചോണ്ട് വരട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. ഇവനെ അറിയുമോ? അറിയുമോന്നോ? ഞങ്ങളുടെ പണവുമായി കടന്നു കളഞ്ഞവന്മാരാ. ഒരുത്തിനും കൂടി ഉണ്ടല്ലോ. എവിടെ പോയി? ആ കപിലല്ലേ? അവൻ നടക്കാൻ അല്പം ബുദ്ധിമുട്ടാ. ഇവര് ഈ പണവുമായി കടന്നു കളഞ്ഞ വിവരം കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ സിറ്റിയിൽ അന്വേഷിച്ചപ്പോഴാ ഒരു ലോഡ്ജിൽ ഇവന്മാര് അപ്പോഴേ പൊക്കി. അതിനിടയ്ക്ക് ആ കപില രക്ഷപ്പെടാൻ ഒരു ശ്രമം. ആ ശ്രമം തടഞ്ഞപ്പോ ചില പരിക്കെന്ന് പറഞ്ഞാലേ അവിടെ ചില ഒട്ടി ചതവും. നന്നായി പോയി. ആ ഇതാ സാർ പണം. എടുക്കണ്ട്. കുറച്ച് പണം ഇവന്മാര് ചെലവാക്കി. അത് ഞാൻ ഇവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. സാറേ, എന്നൊന്നും ചെയ്യല്ല. ചെലവായ പണം ഞാൻ പണിയെടുത്ത് പമ്പ സാറിനെ ഏൽപ്പിച്ചോളാം. ഏൽപ്പിച്ചാൽ നിനക്ക് നല്ലത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക്. നിങ്ങൾ ആദ്യം സ്കൂൾ തുടങ്ങും, എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിനാകാം നന്ദി. നടക്കടാ അങ്ങോട്ട്. ഇനി നിനക്ക് നടക്കടാ. തള്ളല്ലേ സാറേ, തള്ളല്ലേ സാറേ. അയ്യോ, അയ്യോ, അയ്യോ. ഈ നാട്ടുകാരെ പറ്റില്ലടാ. ഞാൻ പറഞ്ഞില്ലേ, അർഹതയില്ലാത്ത പണം ഒരിക്കലും ഉപകാരപ്പെടില്ല. മറ്റുള്ളവരെ തട്ടിച്ചും പറ്റിച്ചും നേടുന്ന പണം കൊണ്ട് നമുക്ക് ദുഃഖവും പേരുദോഷവുമേ ഉണ്ടാകൂ. ഇനി എത്രയും പെട്ടെന്ന് സ്കൂൾ നിർമ്മാണം ആരംഭിക്കാം. നന്മകൾ വിതറുന്ന, യഥാർത്ഥ ജ്ഞാനം നൽകുന്ന പുതിയ സ്കൂളിനായി പ്രാർത്ഥിക്കാം. ഈ കഥാവിരുന്ന് നിങ്ങൾക്ക് വളരെ രസകരമായി കാണും അല്ലേ? ഇനി വർണ്ണം വരുന്ന ആസ്വദിക്കാനുള്ള സമയമായി. ബൈബിളിലെ പുതിയൊരു കഥയുമായി ചിത്രശാല. ചിത്രശാലയിലേക്ക് കൂട്ടുകാരേവർക്കും സ്വാഗതം. ഇന്നത്തെ ചിത്രശാലയിൽ നമുക്ക് ദേവാലയത്തിൽ ഉണ്ണീശോയെ കാഴ്ചവെക്കുന്ന പരിശുദ്ധ അമ്മയെ ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ സക്രിയാസ് പ്രവാചകന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് സക്രിയാസ് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഒരു തിരിയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ നമുക്ക് ചിത്രീകരിക്കാം. അത് ചിത്രീകരിക്കുമ്പോൾ ഇന്നത്തെ മാമോദീസ വേളകളിൽ തിരിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തലതൊട്ടപ്പന്മാരെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം.
ചിത്രത്തിൽ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മേൽമുണ്ടിന് ചുമന്ന കളർ കൊടുത്തു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. മനുഷ്യ വ്യക്തിയായ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തെ സ്വീകരിച്ചു എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം നീല വസ്ത്രത്തിന് മുകളിൽ ചുമന്ന വസ്ത്രം ധരിപ്പിക്കാൻ ചിത്രകാരൻ ശ്രമിച്ചു. മനസ്സിലായി എന്തുകൊണ്ടാണ് ചുമന്ന കളർ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേൽമുണ്ടിന് കൊടുത്തു എന്ന്. മേൽമുണ്ടിന് ചെറിയൊരു കരയൊക്കെ കൊടുത്ത് അതിനെ ഭംഗിയാക്കാം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം നീലയായിരിക്കുമെന്ന്. നീല അല്ലെങ്കിൽ പച്ചയാണ് സാധാരണ മനുഷ്യ വ്യക്തികളുടെ നിറമായിട്ട് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ മനുഷ്യനായ പരിശുദ്ധ കന്യകാമറിയത്തെ ചിത്രീകരിക്കാൻ വസ്ത്രത്തിന് നീല നിറം കൊടുക്കുകയാണ്. മനുഷ്യനായ വ്യക്തിയെ ചിത്രീകരിക്കാനാണ് ഈ നിറം ഉപയോഗിക്കുക. നീല അല്ലെങ്കിൽ പച്ച നിറമാണ് സാധാരണയായി ഉപയോഗിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അരയിൽ ഒരു കെട്ടുണ്ട്. ആ കെട്ടിന് നമ്മൾ ചുമന്ന കളർ തന്നെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോഴാ ഒരു ചിത്രം കൂടുതൽ മനോഹരമാകുക. അതുകൊണ്ടാണ് ഡെപ്ത് കൊടുക്കുക നമ്മൾ ധാരാളമായിട്ട്. പരിശുദ്ധ കന്യകാമറിയം
ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന് ശേഷം പ്രാർത്ഥനാ നിരതയായി നിൽക്കുന്ന ഭാഗമാണിത്. പ്രവാചകൻ ഈശോയെ കയ്യിലെടുത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് പരിശുദ്ധ കന്യകാമറിയം അല്പം സന്തോഷത്തോടു കൂടെ തന്നെ, എന്നാൽ അതിനേക്കാൾ ഏറെ ദുഃഖത്തോടു കൂടെ നിൽക്കുന്ന ഒരു ഭാവം. കാരണം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നുള്ള ഒരു വചനം, അത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാവമാണിത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രം ഏകദേശം നമ്മൾ പൂർത്തിയാക്കി. പരിശുദ്ധ കന്യകാമറിയം ഈശോയെ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്കും സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്. അതിന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ ഭാവങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. പരിശുദ്ധ കന്യകാമറിയം ദേവാലയത്തില് ഈശോയെ കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഭാവം ഇന്ന് പലപ്പോഴും കാണാൻ സാധ്യമല്ല നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പരിശുദ്ധ കന്യകാമറിയം ഉണ്ടാകാത്തത്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈ ഭാവം സ്വീകരിച്ച് ഈശോയെ വഹിക്കുന്നവരാകാൻ നമുക്കും പഠിക്കാം. ഈ ചിത്രം വരയ്ക്കുന്നതിലൂടെ ലോകത്തോട് മുഴുവൻ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈശോയെ വഹിക്കാൻ പ്രഘോഷിക്കുന്ന ഒരു സന്ദർഭം, അതിൽ നിങ്ങളും പങ്കാളികളാണ്. നിങ്ങളും ഇതുപോലെ ചിത്രം വരച്ച് ഈ പ്രഘോഷണത്തിൽ പങ്കുകാരാകുക. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രം നമ്മൾ പൂർത്തിയാക്കി. ഈ ചിത്രത്തിലെ പോലെ നമ്മളുടെ ജീവിതത്തിലേക്കും ഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ഹൃദയത്തിലേറ്റുവാങ്ങാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മളും ചിത്രം വരയ്ക്കുക, ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. വർണ്ണമാരിയിലൂടെ രൂപം കൊണ്ട മനോഹര ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഓരോ ചിത്രവും നമുക്ക് പല ഐഡിയാസ് തരും. ആ ഐഡിയാസ് ജീസസ് കിഡ്സുമായി പങ്കുവെക്കാൻ മറക്കരുത്. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി നമുക്ക് പഠിക്കാം, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ ഒരു വാരം ആശംസിക്കുന്നു. ബൈ ബൈ.